ഹായ് ഗായ്സ്, അപ്പം ഞാനെന്താ ഈ ചെയ്ത് കൂട്ടുന്നത് നമ്മൾ വിചാരിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്. ആ ഏച്ചി വന്നിട്ട് പുതിയൊരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ പാക്കറ്റ് കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു മാലേൻ്റെ പാക്കറ്റിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഏച്ചി പുറപ്പെടുന്ന സമയത്താണ് ആ മാലേൻ്റെ ഒറിജിനൽ പാക്കറ്റ് എൻ്റെ കൈ എടുത്തത്. അപ്പോൾ ഞാൻ വെച്ചാൽ ആ ഒറിജിനൽ പാക്കറ്റിലേക്ക് തന്നെ ഈ മാല എടുത്തു വെക്കാം. ഇതാണ് ഗൈസ് മാല വന്നിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടിച്ചു വരാൻ ചെന്നു കേട്ടോ ഗൈസ്. അങ്ങനെ അടിച്ചു വരാനും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ചെന്ന സമയത്താണെങ്കിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മളെ സെറ്റീരി വന്നിട്ട് അലങ്കോലമായി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സെറ്റീരിയൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി കുളിച്ചു കഴിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ തലയ്ക്കകത്തൊരു ആഗ്രഹം വന്നു. ഈ തലയ്ക്കകത്തെല്ലാം മനസ്സിനകത്തൊരു ആഗ്രഹം വന്നു. വേറെ ഒന്നല്ല, മാങ്ങ ഉപ്പും മുളകും ഇട്ട് തിന്നാലോ എന്നായിരുന്നു ആലോചന. കാരണം ഇപ്പം മാങ്ങ സീസണൊക്കെ ആണല്ലോ. അങ്ങനെ ഞാൻ പുറത്ത് ചെന്ന് നോക്കിയ സമയത്ത് അച്ഛൻ ഒരുപാട് മാങ്ങ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വലിയൊരു മാങ്ങ നോക്കി ഞാൻ എടുത്തായിരുന്നു കേസ്. വലുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുറിച്ച് നോക്കിയപ്പം കേസ് എനിക്ക് സങ്കടമായി. കാരണം മറ്റൊന്നുമില്ല, ആ മാങ്ങ വന്നിട്ട് കേടായിരുന്നു കേസ്. അങ്ങനെ ആ മാങ്ങൻ്റെ ആദ്യം മേൽഭാഗം മുറിച്ച സമയത്ത് ഒരു ചെറിയ കേടുണ്ട്. അപ്പോൾ ആ മാങ്ങൻ്റെ ഫുൾ ഭാഗം കേടാണോ എന്ന് അറിയാൻ വേണ്ടി ആ മാങ്ങൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഞാൻ മുറിച്ച് നോക്കി. അങ്ങനെ അപ്പുറം ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ സൂക്ഷ്മ പരിശോധനയിൽ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ആ മാങ്ങ മൊത്തം കേടാന്ന്. അങ്ങനെ ഞാൻ ആ മാങ്ങ കൊണ്ടുപോയിട്ട് അങ്ങ് വരുന്ന സമയത്ത് പുറത്തുനിന്ന് തന്നെ 2 മാങ്ങ അല്ലാതെ മുറിച്ച് വയ്ക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 മാങ്ങ വന്നിട്ട് നല്ലതായിരുന്നു ഗൈസ്. അങ്ങനെ ആ മാങ്ങ മൊത്തം ഞാൻ മുറിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്തു, പാത്രത്തിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ എനിക്ക് 2 മാങ്ങ മുറിച്ചിട്ട് ഇത്രയും മാങ്ങ കിട്ടി ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും മുളകും അതേമാതിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, നല്ല രീതിയിൽ കുഴച്ചങ്ങ് എടുത്തു ഗൈസ്. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മളെ ഉപ്പും മുളകും ഇട്ട മാങ്ങ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ടി വി ഒക്കെ കണ്ട് ആ മാങ്ങ മൊത്തം തിന്ന് തീർത്തു. അങ്ങനെ വൈകുന്നേരമായ സമയത്ത് നല്ല മഴയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.